എഴുതുന്ന സമയത്ത് തന്നെ മനസ്സിൽ ചില മുഖങ്ങൾ ഉറച്ചു പോകും. ഇമേജസ് വരും ഇങ്ങനെ. അതും തീർച്ചയായിട്ടും നമുക്ക് ഉറച്ചു പോകും. ആർട്ടിസ്റ്റുകൾ വരും. അതിങ്ങനെ പല പല സിനിമകൾ, അതായത് എനിക്ക് അത് വളരെയധികം സ്ട്രോങ് ആയിട്ട് തോന്നിയ ഒരു ക്യാരക്ടറാണ് ചിത്രത്തിലെ ശ്രീനിവാസൻ. എനിക്ക് ശ്രീനി അല്ലാതെ ആര് ചെയ്താലും അത് ശരിയാവില്ല എന്ന് വിശ്വാസമായിരുന്നു. അന്ന് അതേ റോള് വേണമെങ്കിൽ പലരെയും ഇടായിരുന്നു, പക്ഷെ എനിക്ക് ശ്രീനി തന്നെ വേണം നിർബന്ധം ഉണ്ടായിരുന്നു. അതുപോലെ നമുക്ക് മനസ്സിനകത്ത് ഉറച്ചു പോകും ഇങ്ങനെ ഒരാളാണത് കറക്റ്റ് എന്ന് വെച്ചാൽ. എന്നിട്ട് എഴുതുമ്പോൾ നമ്മൾ അവരെ മനസ്സിൽ കണ്ട് എഴുതും. ശ്രീനിയുടെയൊക്കെ ഒരു സാന്നിധ്യം പ്രിയനെ ഒരുപാട് സഹായിച്ചിരുന്നു. തീർച്ചയായിട്ടും എന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ഞാൻ ഒരു സുഹൃത്തെന്നുള്ള നിലയിൽ കൂടുതൽ ഒരു ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീനി. കാര്യം വെച്ചാൽ ശ്രീനിയുടെ ഒരു ചിന്താഗതി, ശ്രീനിയുടെ ഒരു പ്രത്യേക രീതിയിലുള്ള സെൻസ് ഓഫ് ഹ്യൂമർ, ശ്രീനിയെയും ഞാനുമായിട്ടുള്ള ചെയ്ത സിനിമകളിൽ ഞങ്ങൾക്കുണ്ടായ പൊരുത്തങ്ങൾ, ഐ മീൻ പല കാര്യങ്ങളിലും എനിക്കും ശ്രീനിക്കും തമ്മിൽ നമ്മളെപ്പോലെ ഒരാളെ കാണല്ലേ, അങ്ങനെയുള്ളൊരു സംഭവം. കൊമ്പത്തിലുള്ള അപ്പക്കാളയുടെ ഒരു ചിരിയൊക്കെ ഉണ്ട്. അതെ, അതൊക്കെ എനിക്കൊന്ന് ശ്രീനിയുടെ കോൺട്രിബ്യൂഷൻ ആണ്. അതെ, തീർച്ചയായിട്ടും. അതായത് അതിന് മുഴുവൻ എഴുതിയിട്ട് ഷൂട്ട് ചെയ്ത്, നേരത്തെ പറഞ്ഞില്ലേ എഴുതാതെ ഷൂട്ട് ചെയ്യുന്നത്. തേന്മാവൻ കുമ്പത്ത് ആദ്യാവസാനം എഴുതി തീർത്ത് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് ഞാൻ. അപ്പം ശ്രീനിയോട് ഈ ക്യാരക്ടേഴ്സ് പറയുമ്പോഴും ഒക്കെ ശ്രീനി ചില സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ശ്രീനി പ്രിയ ഇങ്ങനൊരു ഷോട്ട് കൂടെ എടുത്തോളൂ എന്ന് പറയും. അതെന്താ വെച്ചാൽ സാധാരണ ശ്രീനി പറഞ്ഞ് ഞാൻ വേറൊരു ഡയറക്ടറോട് അങ്ങനെ പറയില്ല. എന്നുവെച്ചാൽ നിന്നോടത് പറയാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. മാത്രമല്ല എനിക്കത് ഉടനെ മനസ്സിലാവുകയും ചെയ്യും എന്തിനാണത് പറയുന്നത്. പക്ഷേ ശ്രീനി പിന്നീട് പ്രിയയിൽ നിന്ന് അകന്നകന്നകന്ന് പോയോ? ഇല്ല, ശ്രീനി എന്ന് പറയുന്ന വ്യക്തി, ഞാൻ ആക്ച്വലി കുറേ നാൾ സിനിമയിൽ നിന്ന് മാറി നിന്ന സമയത്ത് ശ്രീനി ഉണ്ടായിരുന്നു. ഞാൻ എനിക്ക് പറയാം ഏകദേശം നല്ലൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, 5-6 വർഷം മലയാള സിനിമ ചെയ്യാത്തൊരു സമയം. അത് കഴിഞ്ഞ് ഞാൻ സിനിമയിലേക്ക് വന്നപ്പോഴത്തേക്ക് ശ്രീനിവാസൻ മറ്റൊരു ശ്രീനിവാസനായി എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. അതെനിക്ക് മനസ്സിലായി എവിടുന്ന അത് വിളിക്കുന്നു. അതിനുശേഷം ഞാൻ ഇടുന്ന സമയത്ത് ശ്രീനി പറയുന്നത് വെച്ചാൽ, താല്പര്യങ്ങൾ പഴയതിൽ നിന്ന് മാറിയിരിക്കുന്നു. ഇപ്പോൾ പഴയ താല്പര്യങ്ങളില്ല. പഴയ താല്പര്യങ്ങളെന്ന് പറഞ്ഞാൽ വെറും സിനിമ മാത്രമായിരുന്നു. ഇന്ന് എൻ്റെ താല്പര്യങ്ങൾ സിനിമയ്ക്കും പുറമേ മറ്റ് ചില കാര്യങ്ങളിലേക്കും കൂടെ മാറിയിരിക്കുന്നു. അങ്ങനെ എനിക്കും അങ്ങനെ ചില മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഒരു സമയം കഴിഞ്ഞപ്പോൾ സിനിമ മാത്രമല്ല എനിക്കിപ്പോൾ പ്രിഫറൻസ്. ഞാൻ സിനിമയില്ലാതെ വേറെ ഒരുപാട് ആർട്ട് ഫിലിംസ്, മറ്റ് കൊമേഴ്സ്യൽസ്, മറ്റ് ആക്ടിവിറ്റീസ് ഒരുപാട്. ഞാൻ എന്നോട് ചോദിച്ചതല്ല, ഞാൻ ഒരുപാട് സിനിമയല്ലേ, പിന്നെ പ്രിയന്റെ ആത്മാവ് സിനിമ തന്നെയല്ലേ. ഈ ആർട്ട് ഫിലിംസും അതൊന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ എൻ്റെ ഒരുപാട് സമയം ഒരു കുഷ്ഠരോഗ നിവാരണം എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഐ എം ദി ബ്രാൻഡ് അംബാസിഡർ ഓഫ് വേൾഡ്സ് ബിഗ്ഗസ്റ്റ് ലെപ്രസി ഇറാഡിക്കേഷൻ യൂണിറ്റ് കോൾ റൈസിംഗ് സ്റ്റാർ മാരിയറ്റ് ഹോട്ടലിൽ. സോ അതിലൊക്കെ ഞാൻ കുട്ടികളുടെ കൂടെയൊക്കെ സ്കൂളിൽ പോകാറുണ്ട്. അവരുടെ സ്കൂളിൽ പോയി കണ്ടു. അവരെ കാണുമ്പോൾ എനിക്ക് അതുകൊണ്ട് മറ്റേതെന്ന് വെച്ചാൽ സിനിമ എന്ന് മാത്രമേ ചിന്തയുണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് വേറെയും പല കാര്യങ്ങളിൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾ രണ്ടുപേരും പിന്നീട് കണ്ട് ഇക്കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ രണ്ടുപേരുടെയും സ്വഭാവത്തിലും താല്പര്യങ്ങളിലും വലിയൊരു മാറ്റം വന്നതുകൊണ്ട് സംഭവിച്ചു പോയ, അനിവാര്യമായി സംഭവിക്കുന്ന ഒരു അകൽച്ച, അല്ലെങ്കിൽ അതൊരു അകൽച്ച എന്ന് പറയാൻ പറ്റില്ല, എന്താ പറഞ്ഞാൽ ഒരു കോമ്പിനേഷൻ ഇല്ലായ്മ ഇപ്പം തൽക്കാലം നടക്കുന്നുണ്ട്.